കുപ്രസിദ്ധ ക്രിമിനൽ കോടാലി ശ്രീധരൻ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ ഒളിവിലായിരുന്നു. തൃശൂർ കൊരട്ടയിൽ നിന്നാണ് പിടിയിലായത്. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഏതൊക്കെ കേസുകളിൽ ഇയാൾ പിടിയിലായിരുന്നു? എങ്ങനെ പിടികൂടാൻ കഴിഞ്ഞു? ഫിജി ഇന്ന് വൈകിട്ട് കൊരട്ടി സിഗ്നൽ ജംഗ്ഷനിൽ നിന്നാണ് ഇയാളെ അതിസാഹസികമായി ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാൾ അടിക്കടി കേരളത്തിൽ വന്നു പോകുന്നുണ്ടെന്ന വിവരം പോലീസ് സംഘത്തിന് ലഭിച്ചിരുന്നു. ഏറെ നാളായി ഇയാളെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് പാലിയേക്കര വഴി ഇയാൾ കടന്നു വരുന്നുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതോടെ പാലിയേക്കര മുതൽ കൊരട്ടി വരെ ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്തുടർന്ന് ഒടുവിൽ കൊരട്ടി ജംഗ്ഷനിലെത്തിയാണ് ഇയാളെ പിടികൂടിയത്. പിടികൂടുന്ന സമയം തോക്കുമായിട്ടായിരുന്നു കോടാലി ശ്രീധരൻ കാറിൽ ഉണ്ടായിരുന്നത്. ഈ തോക്ക് പോലീസിന് നേരെ ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ പോലീസ് കാറിന്റെ ചില്ല് തകർത്ത ശേഷമാണ് ഇയാളെ ബലം പ്രയോഗിച്ച് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇയാൾ 2010 മുതൽ ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. കുഴൽപ്പണ ഇടപാട് മുതൽ തൃശൂർ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകൾ ഉൾപ്പെടെ കേരളത്തിലെ പല സ്റ്റേഷനുകളിലായി 33ഓളം കേസുകൾ ഇയാൾക്കെതിരെ കേരളത്തിൽ മാത്രമുണ്ട്. കേരളത്തിന് പുറത്തായി തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിലും ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള കേസുകളുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാളെ പിടികൂടാനായി 1.5 വർഷം മുൻപാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഈ 1.5 വർഷക്കാലം ഈ അന്വേഷണ സംഘം ഇയാൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കി വരികയായിരുന്നു. അടിക്കടി ഇയാൾ മൊബൈൽ നമ്പറുകൾ മാറ്റുന്ന, സിമ്മുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായി ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ ഇത്ര നാളായി കഴിഞ്ഞിരുന്നില്ല. ഇയാൾ ഇതിനിടെ ഈ 1.5 വർഷക്കാലത്തിനിടെ പലതവണ ഈ അന്വേഷണ സംഘം രൂപീകരിച്ച് 1.5 വർഷക്കാലത്തിനിടെ പലതവണ ഇയാൾ കേരളത്തിൽ ചാലക്കുടി മേഖലയിൽ ഉൾപ്പെടെ വന്നു പോകുന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഈ മൊബൈൽ നമ്പർ മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല വാഹനങ്ങളിലായാണ് ഇയാൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായി ഇയാളെ പിടികൂടാൻ ആയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നാണ് ഇയാളെ ഈ 1.5 വർഷത്തിന് ശേഷമാണ് ഇയാളെ ഇത്തരത്തിൽ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇയാൾക്ക് എതിരെ നിരവധി LP വാറണ്ടുകൾ നിലവിലുണ്ട്. പല കേസുകളിൽ ജാമ്യമെടുത്തതിന് ശേഷം 10 വർഷം മുൻപ് ഇയാൾ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ വാറണ്ടുകൾ ഉൾപ്പെടെ ഇയാൾക്കെതിരെ നിലനിൽക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇയാളെ എന്തായാലും ഇപ്പോൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഇയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. പിടികൂടുന്ന സമയത്ത് ഇയാളുടെ കൂടെ ഇയാളുടെ മകനും കാറിൽ ഉണ്ടായിരുന്നതായി പറയുന്നു. സ്വാഭാവികമായും തോക്ക് ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി മകനെതിരെയും കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അത്തരത്തിലുള്ള നടപടികളെല്ലാം പോലീസ് നടത്തി വരികയാണ്. എന്തായാലും തൃശൂർ DIG അജിത അധികവും അതുപോലെ തൃശൂർ റൂറൽ SP ഉൾപ്പെടെയുള്ള ഉന്നതതല പോലീസ് സംഘം ഇപ്പോൾ കൊരട്ടി സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഫിജി. ശരി അനീഷ്, കുപ്രസിദ്ധ കുറ്റവാളി കോടാലി ശ്രീധരൻ പിടിയിൽ.